ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെ ഇപ്പം മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പം 15,000 രൂപയ്ക്ക് മുകളിൽ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ 5G സപ്പോർട്ട് വേണം. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും ഇപ്പോഴത്തതിൽ 4G ഫോൺ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ പഞ്ച്വൽ ഡിസൈൻ, 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. മിക്ക ഫോണുകളിലും ഈ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യത്തിൽ ഏറ്റവും മിനിമം MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറെങ്കിലും ഉണ്ട് ഒന്ന് ഉറപ്പുവരുത്തുക. ഇനി ആ പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്ട്രാ എന്തെങ്കിലും ഫീച്ചേഴ്സും കൂടി വേണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ മിനിമം MediaTek Dimensity 7050 എന്ന പ്രോസസ്സറെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിൽ എല്ലാ ഫോണുകളിലും AMOLED ഡിസ്പ്ലേയും പഞ്ച്വൽ ഡിസൈനും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫോണാണ് CMO Phone 1. ഇപ്പം ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല MediaTek Dimensity 7300 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, അത് ശ്രദ്ധിക്കണം. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് Realme Narzo 70 Turbo എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. സിമിലർ ഫീച്ചേഴ്സ് ആണ്, പക്ഷേ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോണിന്റെ ബോക്സിൽ ചാർജറും ഉണ്ടാവും. ആ ഒരു ഫോൺ 15,200 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ലാവ ബ്ലേസ് കർവ് 5G എന്ന സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. എടുത്തു പറയേണ്ട കാര്യം, കേർവ്ഡ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7050 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിന്റെ തന്നെ ഒരു ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ സാംസങ് M35 കൺസിഡർ ചെയ്യാവുന്നതാണ് 15,400 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പം ഇതിൽ എക്സിനോസിന്റെ 1380 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OISന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 15,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ റിയൽമിയുടെ കാര്യത്തിൽ Realme 12+ എന്നുള്ള സ്മാർട്ട് ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം റിയൽമിയുടെ ഒരു ഫോൺ നമ്മൾ നേരത്തെ പറഞ്ഞു, Realme Narzo 70 Turbo എന്നുള്ള സ്മാർട്ട് ഫോൺ. അത് കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. എന്നാൽ ഈ ഒരു 12+ കുറച്ചും കൂടി ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പം ഇതിൽ ക്യാമറയിൽ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ മറ്റേ ഫോണിന്റെ അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നില്ല. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് മെയിൻ വേണ്ടതെന്നുണ്ടെങ്കിൽ Narzo 70 Turbo നോക്കാവുന്നതാണ്. ക്യാമറ അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് മെയിൻ വേണ്ടതെന്നുണ്ടെങ്കിൽ 12+ നോക്കാവുന്നതാണ്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡ്യുവൽ ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് ഡ്യുവോ എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫോണിന്റെ ബാക്കിൽ ഒരു എക്സ്ട്രാ ഡിസ്പ്ലേ വരുന്നുണ്ട്. 1.58 ഇഞ്ചിന്റെ ഒരു HD+ ഡിസ്പ്ലേ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കേർവ്ഡ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ റെഡ്മിയുടെ ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ 17,900 രൂപ പ്രൈസ് റേഞ്ചിൽ Redmi Note 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഡോൾബി വിഷന്റെ സപ്പോർട്ടൊക്കെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. Snapdragon 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,900 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്.
പിന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ വില 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തുന്നുണ്ട്. പിന്നെ അതിലാണെങ്കിൽ 200 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറിന് പകരം 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറേ വരുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിലും ബെറ്റർ ഈ ഒരു റെഡ്മി നോട്ട് 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും. ഇനി പോക്കോയുടെ കാര്യത്തിൽ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. പോക്കോ F5 എന്നുള്ള സ്മാർട്ട് ഫോൺ. ഇത് പുതിയ ഫോണല്ല, കുറച്ച് പഴയ ഫോണാണ്. പക്ഷേ ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ സ്നാപ്ഡ്രാഗൺ 7+ Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച പെർഫോമൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം പഴയ പ്രോസസ്സറാണ് എന്നുണ്ടെങ്കിലും 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഓർത്ത് വെക്കുക, പഴയ ഫോണാണ്. പിന്നെ മോട്ടറോളയുടെ ഒരു ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ മോട്ടോ G85 5G എന്ന സ്മാർട്ട് ഫോൺ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. മോട്ടറോളയുടെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഫോണുകളും നോക്കാവുന്നതാണ്. പിന്നെ OnePlusന്റെ ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 18,800 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord C3 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 782G എന്ന പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി ചില ആൾക്കാർക്ക് ഐക്യൂടെ അല്ലെങ്കിൽ വിവോയുടെ ഒരു ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് iQOO Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. അപ്പം ഈ ഫോണുകളിൽ MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. രണ്ട് ഫോണുകളും 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് iQOOയുടെ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് iQOO Z7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. സെയിം പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 4600 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് റിയൽമിയുടെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണ്ടി വരും. ഇപ്പം റിയൽമിയുടെ വേറെ ഫോണുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാർസോ 70 ടർബോയും 12+ഉം കർവ്ഡ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ 17,900 രൂപ പ്രൈസ് റേഞ്ചിൽ P1 Pro കൺസിഡർ ചെയ്യാവുന്നതാണ്. കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. അപ്പോൾ പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ഒന്നുമല്ല ഇത്. പിന്നെ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ റിയൽമിയുടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഒരു ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്ന സ്മാർട്ട് ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സെയിം പ്രോസസ്സർ, സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 32 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം 2100 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ക്യാമറയും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ സാംസങ്ങിന്റെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ F55 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിലിപ്പോൾ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ CMO ഫോൺ 1 എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 ടെർബോ എന്നുള്ള സ്മാർട്ട് ഫോൺ ഞാൻ സെലക്ട് ചെയ്തേക്കാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. പിന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro നോക്കിയേക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ OnePlus Nord C3 കൺസിഡർ ചെയ്തേക്കാം. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ iQOO Z9 ഞാൻ നോക്കിയേക്കാം. അതുപോലെ തന്നെ പഴയ പോക്കോ F5ഉം ഞാൻ ചിലപ്പോൾ സെലക്ട് ചെയ്തേക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.